മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന്. ഒരിക്കൽ എൻ്റെ ഭർത്താവ് എങ്ങോ ടൂറിനായി പോയപ്പോൾ എൻ്റെ മകൻ വിഷബാധയേറ്റ് മരിക്കാറായി. വേലിക്കൽ വളർന്നു നിന്നിരുന്ന ആവണക്കിൻ കായ് അവൻ തിന്നുവെന്ന് അവനെ പരിചരിച്ചിരുന്ന വൃദ്ധ എന്നോട് പറഞ്ഞു. കുട്ടിയുടെ ഛർദി നിൽക്കാതായി. എന്നിട്ട് നീല നിറത്തിലുള്ള ചുണ്ടുകളിലൂടെ അവൻ എന്നെ വിളിച്ചു. പൊട്ടിക്കരഞ്ഞു. അവൻ്റെ തൊലിയുടെ നീര് പറ്റി. അവൻ്റെ കണ്ണുകൾക്ക് കീഴിൽ ഇരുണ്ട നിഴലുകൾ വീണു. ഡോക്ടർ ആ അർദ്ധരാത്രിയിൽ എന്നെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദൈവം സഹായിക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. ഞാൻ അടുക്കളയുടെ നിലത്ത് ചെന്ന് വീണ് ഗുരുവായൂരപ്പനെ വിളിച്ച് തേങ്ങി. അവൻ്റെ ദീനം മാറ്റിയാൽ എൻ്റെ സകല ആഭരണങ്ങളും ഗുരുവായൂർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. ഭാഗ്യവശാൽ അവനെ എനിക്ക് മടക്കി കിട്ടി. അതിനുശേഷം സാധാരണയായി ഞാൻ പണ്ടങ്ങൾ ധരിക്കാറില്ല, വിവാഹമോതിരം ഒഴികെ. അകത്തെ അന്ധകാര നിമിത്തം എൻ്റെ മുഖത്തിൻ്റെ ചൈതന്യം തീരെ നശിച്ചു. ഒരു മുഷിഞ്ഞ സാരിയും ധരിച്ചുകൊണ്ട് ഞാൻ ആ മുറികളിൽ സദാസമയവും ഉലാത്തിക്കൊണ്ടിരുന്നു. എനിക്ക് ഭ്രാന്താണെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു. നിനക്കെന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, അദ്ദേഹം നിരാശത്തോടെ പറഞ്ഞു. അദ്ദേഹം തൻ്റെ സ്നേഹിതനുമായി കൂടുതൽ അടുത്തു. അവർ അന്യോന്യം സ്നേഹപ്രകടനങ്ങൾ നടത്തുമ്പോൾ ഞാൻ ആ മുറി വിട്ടു പോന്നു. അവർ കാമുകന്മാരെ പോലെ പെരുമാറി. എൻ്റെ പിറന്നാൾ ആഘോഷിക്കുവാനെന്നും പറഞ്ഞ് ഒരു ദിവസം രാവിലെ, അന്ന് ഞായറാഴ്ചയായിരുന്നു, അവർ എന്നെ പുറത്താക്കിയിട്ട് കിടപ്പുമുറിയിൽ കിടന്ന് വാതിൽ അടച്ചു പൂട്ടി. ഞാൻ കരച്ചിലൊതുക്കി കൊണ്ട് അമ്മറത്തേക്ക് പോയി. എൻ്റെ സുന്ദരനായ മകനെ എടുത്ത് പൊക്കിക്കൊണ്ട് ഞാൻ അവനെ പലകുറി ചുംബിച്ചു. എൻ്റെ സ്ത്രീത്വത്തോടെ എനിക്ക് അവജ്ഞ തോന്നി. എൻ്റെ സ്വകാര്യഭാഗ്യം എൻ്റെ ആത്മാവിൻ്റെ മുറിവാണെന്ന്, ഒരു വ്രണം മാത്രമാണെന്ന് ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നിപ്പോയി. ഉറങ്ങിക്കിടന്ന എൻ്റെ ഭർത്താവിൻ്റെ കാലടികളെ ആശ്ലേഷിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാതെ കിടന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരിക്കലും എനിക്ക് കിട്ടുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്ന ഭർത്താവിനെയും മകനെയും വിട്ട് വീട്ടിൻ്റെ ടെറസിലേക്ക് ചെന്ന് കീഴ്പോട്ട് നോക്കി. മുറ്റത്തും മതിലിനപ്പുറത്തുള്ള നിരത്തിലും തളം കെട്ടിക്കിടന്നിരുന്ന നിലാവിൽ എൻ്റെ ചോരത്തുള്ളികൾ തെറിച്ചു